പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ബി.എ. ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു. സൗമ്യ വധക്കേസ് ഉൾപ്പെടെ കേരളം ശ്രദ്ധിച്ച നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ബി.എ. ആളൂർ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമാദമായ ക്രിമിനൽ കേസുകളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് ബി.എ. ആളൂർ ശ്രദ്ധ നേടിയത്. അദ്ദേഹം ചികിത്സയിലായിരുന്നോ? എപ്പോഴായിരുന്നു അന്ത്യം? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അഡ്വക്കേറ്റ് ബി.എ. ആളൂർ. അല്പസമയം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പ്രസിദ്ധമായിട്ടുള്ള പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ഹാജരായിക്കൊണ്ടാണ് വലിയ രീതിയിൽ വാർത്താ ശ്രദ്ധ ആളൂർ പിടിച്ചുപറ്റിയത്. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആളൂർ ഹാജരായിരുന്നു. അതുപോലെ തന്നെ ഇലന്തൂർ ഇരട്ടക്കൊലക്കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി എന്നുള്ള ആളൂർ. ബിജു ആന്റണി ആളൂർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബി.എ. ആളൂർ എന്നാണ്. അദ്ദേഹം നിയമവൃത്തങ്ങളിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അസുഖത്തിന് ചികിത്സയിലായിരുന്നു. വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖമായിരുന്നു. ഡയാലിസിസ് ചെയ്തു വരവെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മൃതശരീരം നിലവിലുള്ളത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. സംസ്കാരം എപ്പോഴാണ് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ബി.എ. ആളൂർ എന്ന അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ, പ്രതിഭാഗങ്ങൾക്ക് വേണ്ടി ഹാജരായിരുന്ന പ്രമുഖനായ അഭിഭാഷകനാണ് അന്തരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.